സസ്പെൻഷൻ അല്ല സാർ വേണ്ടത്, ഇവന്മാരെ എന്നേക്കുമായി സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടത്. കേരളത്തിൽ പോലീസ് സേനയിൽ 1500-ലധികം ക്രിമിനലുകളുണ്ടെന്ന് കേരള സർക്കാർ തന്നെയാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത്. എത്ര പേരെ പിരിച്ചുവിട്ടു? കാരണഭൂതനും ടീമും 10 പേരിൽ താഴെ. ബാക്കി ഇപ്പോഴും ക്രമസമാധാന പാലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസായികളും പോലീസിലെ ക്രിമിനലുകളും ചേർന്നുള്ള ഈ നെക്സസാണ് എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്ത് തൊട്ടിത്തരം ചെയ്താലും രാഷ്ട്രീയ യജമാനന്മാർ ഇവന്മാരെ സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെയാണ് അത് വലതായാലും ഇടതായാലും നടുക്കുള്ളവനായാലും അടിസ്ഥാനപരമായി ഇവരുടെ ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കും. പൗരൻ്റെ നെഞ്ചത്തവന്മാർ കയറും, കസ്റ്റോഡിയൽ ഡെത്ത് നടത്തും, ക്രൂരമായി പീഡിപ്പിക്കും, ഉരുട്ടിക്കൊല്ലും. ആർക്കും സാധാരണക്കാരനാണെങ്കിൽ അവൻ്റെ നെഞ്ചത്തവന്മാർ പൊങ്കാലയിടും. ഇതിനി ഉണ്ടാവാൻ പാടില്ല. ഇവന്മാർ ഇനി സർവീസിലുണ്ടാവാൻ പാടില്ല. ഇത് കേരളത്തിലെ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളുടെയും ആവശ്യമാണ്.